ഈ കൃപാസന മാതാവെന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? അതായത് ഒരു മാതാവിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് എല്ലാവരും കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചിലരൊക്കെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ പത്രം കൊടുക്കുന്നു, അങ്ങനെ കണ്ടിട്ടില്ലേ? ബട്ട് എനിക്ക് ആദ്യമൊക്കെ ഇതിലോട് ഭയങ്കര വിശ്വാസക്കുറവായിരുന്നു. അതായത് ഇതൊക്കെ ചെയ്തിട്ട് എന്താവാനാ, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അപ്പം എൻ്റെ അമ്മ എന്നോട് ഇടയ്ക്ക് പറയും, എടാ നീ ഉടമ്പടി എടുത്ത് നോക്കുകയല്ല ശരിയാവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്നെടുക്കാം നാളെ എടുക്കാം അങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ജോലിയുടെ ഇഷ്യൂസായി ഭയങ്കര. ദിസ് ഈസ് ലൈക്ക് ടെസ്റ്റിമണി. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കേണ്ടവർക്ക് കേൾക്കാം. ഓക്കെ, ലൈക്ക് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉടമ്പടി എടുക്ക്. ജോലിയുടെ ഇഷ്യൂസ് ആയപ്പോഴത്തേക്ക് എനിക്ക് സാലറി കിട്ടുന്നില്ല. സാലറി കിട്ടാതെ ഒരു 2-3 months ഞാൻ സ്ട്രഗിൾ ചെയ്തു. ആ സമയത്ത് എനിക്ക് വേറെ ജോലിക്ക് വേണ്ടി ഞാൻ നോക്കി തുടങ്ങി. ആ സമയമായപ്പം ഞാൻ ഒത്തിരി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ജോബ് ഒന്നും സെറ്റ് ആവുന്നില്ല. ലൈക്ക് ആ ടൈമിൽ അമ്മേനോട് പറയണം, നീ ഉടമ്പടി ഇതിനോട് എത്ര നാൾ എടുക്കാൻ പറഞ്ഞു, ഒന്നും എടുക്കുന്നില്ലല്ലോ. ലൈക്ക് ആ ഒരു ടൈമിൽ ഓക്കെ എന്തെങ്കിലും ആട്ടെ അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടനുസരിച്ച് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കേട്ടോ. ബട്ട് പ്രാർത്ഥിച്ച് ലൈക്ക് വിത്തിൻ 1 week എനിക്കൊരു ജോബ് ഓഫർ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എൻ്റെ ഈ പഴയ കമ്പനിയിൽ നിന്ന് എനിക്ക് ടെർമിനേഷൻ അല്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യേണ്ട ദിവസം എനിക്ക് പുതിയ കമ്പനിയിൽ ഓഫർ ലെറ്റർ കിട്ടി. സോ ഞാൻ അതിൽ നിന്ന് എന്താ പറഞ്ഞാൽ എനിക്കതിലൊരു വിശ്വാസം ഇല്ലായിരുന്നു. ബട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടുമെന്ന് പറയുന്നതിൽ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഒരു എക്സാമ്പിൾ കേട്ടോ ഞാൻ പറഞ്ഞത്. മേ ബി നിങ്ങൾക്കും ഇതുപോലെ പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ലൈക്ക് എനിക്ക് പേഴ്സണലി ഇതിൽ എന്നാ പറയുന്നത് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. സോ മേ ബി എല്ലാവരും ഓരോരുത്തരുടെ വിശ്വാസത്തെ കളിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ബട്ട് ദർ ആർ സം റീസൺസ് ഫോർ സം പേഴ്സൺ ടു സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ഓക്കെ, അപ്പം അതായിരിക്കും അവരെ ആ വിശ്വാസത്തിൽ ഇങ്ങനെ ഉറച്ചു നിർത്തുന്നതായിരിക്കും. അതുകൊണ്ട് ആരുടെയും വിശ്വാസത്തെ ഒരിക്കലും കളിയാക്കാനോ അല്ലെങ്കിൽ തമാശയായിട്ട് കാണാനോ പോകരുത്. അപ്പം ഇറ്റ്സ് ദെയർ ബിലീഫ്. അപ്പോൾ ബൈ.